ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 2024 പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഹരണ രീതികൾ എന്ന് പറഞ്ഞ 4ാമത്തെ ചാപ്റ്ററിൽ പേജ് നമ്പർ 50 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 2 കൊണ്ട് ഹരിക്കുമ്പോൾ 0 ശിഷ്ടം വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? അതുപോലെ 1 ശിഷ്ടം വരുന്ന സംഖ്യകളോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, 2 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടമില്ലാത്ത, അതായത് 0 ശിഷ്ടം വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? എല്ലാ ഇരട്ട സംഖ്യകളും 2 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം ഉണ്ടാവില്ല അല്ലേ? ഏത് ഇരട്ട സംഖ്യക്കും 2 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ ഏതൊക്കെയാണ്? 2, 4, 6 തുടങ്ങുന്ന ഇരട്ട സംഖ്യകളെല്ലാം എത്ര വരെ ഉണ്ടോ അതിനൊന്നും എന്തുണ്ടാവില്ല? ശിഷ്ടം ഉണ്ടാവില്ല. ഒക്കെ 0 ആയിരിക്കും ശിഷ്ടം വരുന്നത്. ഇനി അതിൽ തന്നെയുള്ള അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ശിഷ്ടം വരുന്ന സംഖ്യ ഏതൊക്കെയാണ് എന്നാണ് അല്ലേ? 2 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 ആവുന്നത് ഏത് സംഖ്യക്കൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാ ഒറ്റ സംഖ്യകളും 2 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 ആയിരിക്കും അല്ലേ? അപ്പോൾ നോക്കൂ, ആദ്യത്തെ ഒറ്റ സംഖ്യ 1. ആ 1നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ എന്തായിരിക്കും? ഹരണഫലം 0 ആയിരിക്കും, പിന്നെ ശിഷ്ടം 1 ആയിരിക്കും. അങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി 3നെ 2 കൊണ്ട് ഹരിക്കുമ്പോഴോ ഹരണഫലം 1 ആയിരിക്കും, ശിഷ്ടം 1 ആയിരിക്കും അല്ലേ? മനസ്സിലാവുന്നില്ലേ? അതായത് 3ൽ എത്ര 2 ആണുള്ളത്? 3ൽ ഒരു 2 ആണുള്ളത്, പിന്നെ ബാക്കി 1 ഉണ്ട്, അതാണ് ശിഷ്ടം 1 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? 2 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന സംഖ്യകൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ സംഖ്യകളല്ല എന്നാണ് പറയാം അല്ലെ? എല്ലാ ഒറ്റ സംഖ്യകളും 2 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 ആയിരിക്കും. ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു സംഖ്യയെ 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടമായി ഏതൊക്കെ സംഖ്യകൾ വരാം എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഒരേ ശിഷ്ടം വരുന്നവ ഓരോ സംഖ്യാക്രമങ്ങളായി എഴുതാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ആദ്യം ചോദിച്ചിട്ടുള്ള എന്താണ്? 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടമായിട്ട് വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ് അല്ലേ? അപ്പോൾ ഏതൊരു സംഖ്യനെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം വരും ഏതാണ്? ആ 3ന്റെ താഴെയുള്ള സംഖ്യകളായിരിക്കും. അതായത് 0 ആവാം, 1 ആവാം, 2 ആവാം. അപ്പോൾ 4 കൊണ്ട് ഹരിക്കുമ്പോഴാണെങ്കിലോ അതിൻ്റെ താഴെയുള്ളത്, അങ്ങനെയാണ് വരിക. അപ്പോൾ 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടമായിട്ട് വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? 0, 1, 2 ആവാം. ഇനി അടുത്ത ചോദ്യം എന്താണ്? അതിൽ തന്നെയുള്ള ഒരേ ശിഷ്ടം വരുന്നവ ഓരോ സംഖ്യാക്രമങ്ങളായി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 0 ശിഷ്ടമായിട്ട് വരുന്നത് ഏതായിരിക്കും? 3ന്റെ ഗുണിതങ്ങളായിരിക്കും അല്ലേ? അതായത് 3ന്റെ ഗുണന പട്ടികയിൽ വരുന്നതൊക്കെ 0 ശിഷ്ടം. 3, 6, 9, 12, 15, 18 അങ്ങനെ തുടരുന്ന സംഖ്യകളൊക്കെ എന്തായിരിക്കും? അതിനൊക്കെ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം 0 ആയിരിക്കും കിട്ടുക. ഇനി അടുത്തത് പിന്നെ 1 ശിഷ്ടം വരുന്നത് ഏതാ നോക്കാം. അപ്പം അതെങ്ങനെയാണ് എഴുതുക? നോക്കൂ, ശിഷ്ടം 0 ആയിട്ട് വരുന്നേക്ക് 1 കൂടെ കൂട്ടി കൊടുത്താൽ ശിഷ്ടം 1 കിട്ടൂലേ? അതായത് 3 എന്നുള്ളതിന് പകരം 4 കൊടുക്കുക, 6ന് പകരം 7, 9ന് പകരം 10 അങ്ങനെ കൊടുത്തു പോകുക. പിന്നെ 1 കൂടെ കൂട്ടിയിട്ട്, അതായത് 3ന്റെ ഗുണിതങ്ങൾക്കൊക്കെ 1 കൂടി കൂട്ടിയ സംഖ്യകളായിരിക്കും എന്ത്? ശിഷ്ടം 1 വരുന്നത് അല്ലേ? അപ്പോൾ എപ്പോഴും എന്തായിരിക്കും? ശിഷ്ടം 1 കിട്ടും അല്ലേ? 4ൽ എത്ര 3 ഉണ്ട്? ഒരു 3, ശിഷ്ടം 1. 7ൽ എത്ര 3 ഉണ്ട്? 2 3, ശിഷ്ടം എത്രയാണ്? 1 അല്ലേ? അങ്ങനെ ഓരോ സംഖ്യനെ നമ്മൾ 3 കൊണ്ട് ഹരിച്ചു കഴിയുമ്പോൾ എത്രയായിരിക്കും? ശിഷ്ടം 1 ആയിരിക്കും കിട്ടുക. അപ്പോൾ 4, 7, 10, 13, 16, 19 അങ്ങനെ തുടരുന്ന സംഖ്യകളാണ് ശിഷ്ടം 1 കിട്ടുക. 3 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 കിട്ടുക ഈ സംഖ്യകൾക്കായിരിക്കും. ഇനി വേണമെങ്കിൽ ഇതിക്ക് 1 എന്നും കൂടെ കൂട്ടാല്ലേ? 1 ആവുമ്പോൾ എന്തായിരിക്കും? 1നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ എന്താണ്? ഹരണഫലം 0 ആയിരിക്കും, എന്നാലോ ശിഷ്ടം 1 ആയിട്ടും നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ അതിന് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഇനി എന്താണ്? 2 ശിഷ്ടം വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണെന്ന് നോക്കേണ്ടത്. അപ്പം അത് ഏതൊക്കെയായിരിക്കും? നമുക്ക് ഒരു ശിഷ്ടം വരുന്നത് ഏതാണ്? 4, 7, 10 അങ്ങനെയാണ് അല്ലേ? അപ്പോൾ ശിഷ്ടം 2 ആവണമെങ്കിൽ അതിലേക്ക് 1 കൂടി കൂട്ടിയാൽ മതി. ആ 4 എന്നുള്ളിലേക്ക് 1 കൂടെ കൂട്ടുമ്പോൾ 5, 7ക്ക് 1 കൂടെ കൂട്ടുമ്പോൾ 8 അങ്ങനെ നോക്കിയാൽ മതി അല്ലേ? അപ്പോൾ 5, 8, 11, 14, 17, 20 തുടങ്ങിയ സംഖ്യകളായിരിക്കും എന്ത്? ശിഷ്ടം 2 വരിക. ഒന്ന് ഹരിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് 5ൽ എത്ര 3കൾ ഉണ്ട് എന്നാണ് നോക്കേണ്ടത്. 5ൽ എത്ര 3 ഉണ്ട്? ഒരു 3 അല്ലേ ഉള്ളൂ. ഒരു 3 എന്ന് കഴിഞ്ഞാൽ ഒരു 3, 3. ബാക്കി എത്രയാണ് ശിഷ്ടം വരുന്നത്? 5ന്ന് 3 കുറക്കുമ്പോൾ 2 അല്ലേ? അപ്പോൾ ശിഷ്ടം 2 വരുന്നുണ്ട് അല്ലേ? ഇനി 8ന് അങ്ങനെ ഒന്ന് അരിച്ചു നോക്കൂ. 8നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര 3 ഉണ്ട്? 2 3 ആണുള്ളത്. 2, 3, 6 ആണ്. 6 കഴിഞ്ഞാൽ 8ക്ക് 2 ഉണ്ട് ശിഷ്ടം. അപ്പോൾ പിന്നെ അതിലും എന്താണ്? ശിഷ്ടം 2 കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശിഷ്ടം 2 വരുന്ന സംഖ്യകൾ ഏതൊക്കെയെന്ന് ചോദിക്കുമ്പോൾ ഏതൊക്കെ എഴുതാം? 5, 8, 11, 14, 17 തുടർന്ന് സംഖ്യകൾ എഴുതാം അല്ലേ? ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2ഉം എഴുതാം. എന്തുകൊണ്ടാണ് 2 എഴുതാൻ പറ്റുമെന്ന് പറയുന്നത്? 2നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ എന്താ കിട്ടുന്നത്? 2നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ ഹരണഫലം കിട്ടുന്നത് 0 ആണ് അല്ലേ? ഹരണഫലം ഇല്ല, അതിൽ 3 ഇല്ല. പക്ഷെ ശിഷ്ടം ഉണ്ടല്ലോ, എത്രയാണ്? 2 ഉണ്ട്. ആ രീതിയിൽ വേണമെങ്കിൽ നമുക്കത് എഴുതാം. പക്ഷെ നമ്മളിങ്ങനെ എഴുതിയാൽ മതി. 5, 8, 11 അങ്ങനെ എഴുതിയാലും മതി. ഓക്കെ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് നോക്കാം. അതിൽ ക്വസ്റ്റ്യൻ നോക്കൂ. ചുവടെ സംഖ്യകൾ അടുക്കിയിരിക്കുന്ന രീതി നോക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് കുറെ സംഖ്യകൾ തന്നിട്ടുണ്ട്. അതിന്റെ താഴെ 5 സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ? അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഒരേ വരിയിലെ സംഖ്യകൾ 5 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഹരണഫലങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ശിഷ്ടങ്ങൾ തമ്മിലോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഒരേ വരി എന്ന് പറഞ്ഞാൽ ഏതാണ് വരി?
0, 1, 2, 3, 4 ഇതാണ് ഒരു വരി അല്ലേ. രണ്ടാമത്തെ വരിയോ 5, 6, 7, 8, 9 രണ്ടാമത്തെ വരിയിലുള്ളത്. അങ്ങനെയാണ് വരി പോകുന്നത്. അപ്പോൾ ഒരേ വരിയിലെ സംഖ്യകൾ 5 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഹരണഫലങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് വെച്ചിട്ടുള്ളത്. എന്താണ് അതിൻ്റെയൊക്കെ ഹരണഫലങ്ങൾ വരുന്നത്? അപ്പോൾ നോക്കൂ, ഒന്നാമത്തെ വരിയിലാണെങ്കിൽ അതിലെ സംഖ്യകൾ എന്ന് പറയുന്നത് 0, 1, 2, 3, 4 ആണ് അല്ലേ. അതിൻ്റെ ഹരണഫലങ്ങൾ എത്രയാണ്? അതിന് 5 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ അതിലൊന്നും എന്തില്ല, അവന് 5 ഇല്ലാത്തതുകൊണ്ട് ഹരണഫലങ്ങൾ എല്ലാത്തിനും 0 ആണ് അല്ലേ. എല്ലാത്തിൻ്റെ ഹരണഫലം എന്ത് തന്നെയാണ്? ആദ്യത്തെ 5 സംഖ്യ, ഒരു ഒന്നാമത്തെ വരിയിലെ 5 സംഖ്യൻ്റെ ഹരണഫലങ്ങളും 0 ആണ്. ശിഷ്ടാണെങ്കിലോ 0, 1, 2, 3, 4 അങ്ങനെ വരുന്നുണ്ട് അല്ലേ. ശിഷ്ടം ആദ്യത്തിന് 0 ആണ്, രണ്ടാമത്തെ സംഖ്യക്ക് 1 ആണ്, പിന്നെ 2, പിന്നെ 3, പിന്നെ 4 അങ്ങനെയാണ് ശിഷ്ടം വരുന്നത്. ഇനി രണ്ടാമത്തെ വരിയിലെ സംഖ്യകൾ നോക്കൂ. 5, 6, 7, 8, 9 ആണ് അല്ലേ സംഖ്യകൾ. അതിൻ്റെ ഹരണഫലങ്ങൾ എന്താണ്? 5നെ 5 കൊണ്ട് ഹരിക്കുക പറഞ്ഞാൽ ആൻസർ വരുന്നത് 1 അല്ലേ. 6ൽ എത്ര 5 ഉണ്ട്? അത് 1 തന്നെയാണ് അല്ലേ. 7ലോ അതിലും 1 തന്നെ ഉള്ളൂ. 8ലും 1 തന്നെ ഉള്ളൂ. 9ലും ഒരു 5 ഉള്ളത്. ശിഷ്ടം വരുന്നുണ്ട്, പക്ഷെ പിന്നെ ഹരണഫലം വരുന്നത് എല്ലാത്തിലും എന്താണ്? 1 എന്നാണ്. ശിഷ്ടാണെങ്കിലോ ആദ്യത്തിന് ശിഷ്ടമില്ല, 0 ആണ്. രണ്ടാമത്തിൽ 1 എന്ന് ശിഷ്ടം വരും. മൂന്നാമത്തിൽ 2, നാലാമത്തിൽ 3, പിന്നെ അടുത്തിൽ 9 എന്നുള്ളിൽ ശിഷ്ടം എത്ര വരുന്നത്? 4 ആണ്. 9നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 4 കിട്ടും അല്ലേ. ഇനി മൂന്നാമത്തെ വരിയിലാണെങ്കിൽ സംഖ്യകൾ 10, 11, 12, 13, 14 ആണ് അല്ലേ. അതിൽ ഹരണഫലങ്ങൾ വരുന്നത് എത്രയാണ്? 10നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 2 ആണ് ഹരണഫലം വരുന്നത്. 11നാണെങ്കിലും 12നാണെങ്കിലും 13നാണെങ്കിലും 14നാണെങ്കിലും 5 കൊണ്ട് ഹരിക്കുമ്പോൾ ഹരണഫലം വരുന്നത് 2 തന്നെയാണ്. 4 ശിഷ്ടാണെങ്കിലോ നേരത്തെ ഉള്ള പോലെ തന്നെ 0, 1, 2, 3, 4 അങ്ങനെ തന്നെയാണ് അല്ലേ ശിഷ്ടം വരുന്നത്. ഇനി നാലാമത്തെ വരിയിലാണെങ്കിലോ അപ്പോഴും എന്ത് തന്നെയാണ്? ഹരണഫലങ്ങൾ 3 ആവും, ശിഷ്ടം ഇതന്നെയാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ ആദ്യത്തെ വരിയിൽ പിന്നെ ഹരണഫലം 0 കിട്ടി, രണ്ടാമത്തെ വരിയിൽ 1, മൂന്നാമത്തിൽ 2, നാലാമത്തിൽ 3 അങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരേ വരിയിലെ സംഖ്യകളെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ഹരണഫലങ്ങൾ എന്താണ്? തുല്യമാണല്ലേ. ഓരോ വരിയിലും തുല്യമായ ഹരണഫലങ്ങളാണ് കിട്ടുന്നത്. ഓരോ വരിയിലും വേറെ വേറെ സംഖ്യയാണ്, എന്നാലും ഒരേ വരിയിലുള്ളതാവുമ്പോൾ എന്താണ്? തുല്യമായിട്ടുള്ള ഹരണഫലമാണ് കിട്ടുന്നത്. ഇനി ശിഷ്ടങ്ങൾ തമ്മിൽ എന്താ ബന്ധമുള്ളത്? എല്ലാ വരിയിലും 0, 1, 2, 3, 4 തന്നെയാണ് എല്ലാ വരിയിലുള്ള ശിഷ്ടവും കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇതിലുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരേ നിരയിലെ സംഖ്യകളെ 5 കൊണ്ട് ഹരിച്ചാലോ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. നോക്കൂ, നമുക്ക് ഓരോ നിരയിലായിട്ട് പരിശോധിക്കാം. ഒന്നാം നിരയിലെ സംഖ്യകൾ ഏതൊക്കെയാണ്? 0, 5, 10, 15 അങ്ങനെ താഴോട്ട് അല്ലേ. അതാണ് ഒന്നാമത്തെ നിര എന്ന് പറയുന്നത്. അതിലുള്ള ഹരണഫലം എത്രയാണ്? എല്ലാത്തിലും പിന്നെ 1 ആണോ? അല്ല, നേരത്തെ എല്ലാത്തിലും ഹരണഫലം, ഒരു വരിയിലെ മൊത്തം ഹരണഫലം തുല്യമായിരുന്നു. ഇതിലെങ്ങനെയാണ്? ഹരണഫലം തുല്യമല്ല, പക്ഷെ ശിഷ്ടം തുല്യമാണ് അല്ലേ. ഹരണഫലം എത്രയാ വരുന്നത്? ആദ്യത്തിൽ 0 തന്നെയാണ്, രണ്ടാമത്തിൽ 1, പിന്നെ 2, അടുത്തതിൽ 3 ആണ് വരുന്നത് അല്ലേ. 4 സംഖ്യകളല്ലേ ഉള്ളത്. അപ്പൊ ഹരണഫലം ഓരോന്നിലും വ്യത്യാസമുണ്ട് അല്ലേ. പിന്നെ ശിഷ്ടാണെങ്കിലോ എല്ലാത്തിലും 0 ആണ്. ഇനി അടുത്ത പിന്നെ നിര നോക്കൂ. അതിൽ സംഖ്യകൾ എന്ന് പറയുന്നത് 1, 6, 11, 16 ആണ് അല്ലേ. അതിൽ ഹരണഫലം എന്താണ്? 0, 1, 2, 3 തന്നെയാണ് ഹരണഫലം വരുന്നത്. അതായത് 1ൽ എത്ര 5 ഉണ്ട്? 1ൽ 5 ഇല്ല. എത്രയാണ്? അപ്പോൾ 0 എന്നാ കൊടുക്കണ്ടേ. 6ൽ എത്ര 5 ആണുള്ളത്? ഒരു 5 ആണുള്ളത് അല്ലേ. അപ്പോൾ 1 എന്ന് കൊടുക്കാം. 11ൽ എത്ര 5 ഉണ്ട്? 2 5 ഉണ്ട്. ശിഷ്ടം 1 വരുന്നുണ്ട് അല്ലേ. പിന്നെ 16ൽ എത്ര 5 ഉണ്ട്? അതിലും 3 5 ഉണ്ട്. ശിഷ്ടം 1 വരുന്നുണ്ട്. ഇനി മൂന്നാമത്തെ നിരയിൽ നോക്കുകയാണെങ്കിലും ഹരണഫലം അപ്പോഴും എന്ത് തന്നെയാണ്? 0, 1, 2, 3 തന്നെയാണ് ഓരോന്നിലും വരുന്നത്. ശിഷ്ടം എന്തായി? 1 എന്നുള്ളത് 2 ആയി അല്ലേ. മൂന്നാമത്തെ നിരയിലായപ്പോൾ ശിഷ്ടം 2 ആയി. ഇനി നാലാമത്തെ നിരയിലാവുമ്പോഴോ ശിഷ്ടം 3 ആകും. അഞ്ചാമത്തെ നിരയിലാവുമ്പോൾ ശിഷ്ടം 4 ആകും. ഹരണഫലം എപ്പോഴും എന്ത് തന്നെയാണ്? ഓരോന്നിലും ഓരോ നിരയിലും 0 വരുന്നുണ്ട്, അതുപോലെ 1 വരുന്നുണ്ട്, 2 വരുന്നുണ്ട്, 3 വരുന്നുണ്ട്. അപ്പോൾ അവ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് പറയാം. ഒരേ നിരയിലെ സംഖ്യകളെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം തുല്യാണ് കിട്ടുന്നത് അല്ലേ. അതുപോലെ ഹരണഫലാണെങ്കിലോ ഒരു നിരയിൽ തന്നെ 0, 1, 2, 3 വരുന്നുണ്ട്. ഓരോ നിരയിലും അങ്ങനെ തന്നെയാണ് കിട്ടുന്നത് അല്ലേ. ഹരണഫലം 0, 1, 2, 3 ആണ് കിട്ടുന്നത്. ഇനി നോക്കൂ അടുത്ത ക്വസ്റ്റ്യന്. 10ാമത്തെ വരിയിലെ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകൾ ഏതൊക്കെയാണ് എന്നാ ചോദിച്ചിട്ടുള്ളത് അല്ലേ. 10ാമത്തെ വരിയിൽ ഏതായിരിക്കും സംഖ്യ വരുന്നത്? അപ്പൊ അത് കാണാനായിട്ട് നോക്കൂ, ആദ്യത്തെ വരിയിൽ ഒന്നാമത്തെ വരിയിൽ ആദ്യത്തെ സംഖ്യ ഏതാണ്?
പൂജ്യമാണ് അല്ലേ. 5നെ 0 കൊണ്ട് ഗുണിച്ചത്. രണ്ടാമത്തെ വരിയിൽ ആദ്യത്തെ സംഖ്യ കാണാൻ 5നെ 1 കൊണ്ടാണ് ഗുണിച്ചത്. രണ്ടാമത്തെ വരിത്തത് 5നെ 1 കൊണ്ട്. മൂന്നാമത്തെ വരിത്തത് കാണാനോ 5നെ 2 കൊണ്ട് ഗുണിച്ചതാണ് അല്ലേ. 5 × 2 അല്ലേ 10. മൂന്നാമത്തെ വരിത്തെ ആദ്യത്തെ സംഖ്യ 10 അല്ലേ. 5 × 2 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 10ാമത്തെ വരിത്തെ സംഖ്യ ആദ്യത്തെ സംഖ്യ കിട്ടാൻ എന്ത് ചെയ്യണം? 5നെ 9 കൊണ്ട് ഗുണിക്കണം അല്ലേ. 5നെ 9 കൊണ്ട് ഗുണിക്കുമ്പോഴല്ലേ 10ാമത്തെ വരിയിൽ ആദ്യത്തെ സംഖ്യ കിട്ടുന്നത്. അപ്പൊ എത്രയായിരിക്കും? 10ാമത്തെ വരിയിലെ ആദ്യത്തെ സംഖ്യ എന്ന് പറഞ്ഞത് 5 × 9 ആണ്. 5 × 9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 45 ആണല്ലേ. അപ്പൊ 10ാമത്തെ വരിയിലെ ആദ്യത്തെ സംഖ്യ എത്രയാണ്? 45 ആണ്. ഇനി അവസാനത്തെ സംഖ്യ എത്രയാണ്? ഈ ആദ്യത്തെ സംഖ്യ അവസാനത്തെ സംഖ്യ തമ്മിലുള്ള ബന്ധം എന്താണ്? ആദ്യത്തെ സംഖ്യക്ക് 4 കൂട്ടിയതാണല്ലേ അവസാനത്തെ സംഖ്യ വരെ ഓരോ വരിയിലും. അപ്പൊ അവസാനത്തെ സംഖ്യ എത്രയാണ്? 45ക്ക് 4 കൂട്ടിയാൽ മതി. അപ്പൊ എത്രയാ? 49 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി ഇതിന്റെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 12ാമത്തെ വരിയിലെ 4ാമത്തെ സംഖ്യ എന്താണെന്നാ ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പൊ 12ാമത്തെ വരിയിലെ സംഖ്യ കാണാൻ 11 കൊണ്ട് ഗുണിച്ചാൽ മതി. 5നെ 11 കൊണ്ട് ഗുണിച്ചാൽ മതി. എന്നിട്ട് അത് ആദ്യത്തെ 11 കൊണ്ട് ഗുണിച്ചാൽ ആദ്യത്തെ സംഖ്യ കിട്ടുക. ആദ്യത്തെ 4ാമത്തെ സംഖ്യ കാണാൻ എന്ത് ചെയ്യണം? അതിക്ക് 3 കൂടെ കൂട്ടണം അല്ലേ. അപ്പോൾ 12ാം വരിയിലെ ആദ്യത്തെ സംഖ്യ എന്ന് പറഞ്ഞത് 5 × 11 ആണ്. 12ാമത്തെ വരി ആയതുകൊണ്ട് 11 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. 5 × 11 ആണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ എത്രയാ? 55 എന്ന് കിട്ടും. അപ്പൊ 12ാമത്തെ വരിയിലെ ആദ്യത്തെ സംഖ്യ 55 എന്ന് കിട്ടി. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? 4ാമത്തെ സംഖ്യയാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പൊ 4ാമത്തെ സംഖ്യ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? അതിക്ക് 3 കൂട്ടിയാൽ മതി അല്ലേ. 4ാമത്തെ സംഖ്യ എന്ന് പറയുമ്പോൾ അതിക്ക് 3 ആണ് കൂട്ടേണ്ടത്. എന്താ കാരണം? അതിൽ ശിഷ്ടം വരുന്നത് എല്ലാം 3 ആണ്. ആ നിരയിൽ മൊത്തം 3 ആണ് ശിഷ്ടം വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യത്തെ സംഖ്യ കിട്ടിയാലും പിന്നെ 4ാമത്തെ സംഖ്യ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ സംഖ്യക്ക് 3 കൂട്ടിയാൽ മതി. അപ്പൊ എത്രയാണ്? 58 എന്ന് കിട്ടും. ഓക്കെ ആയിട്ടുണ്ടോ? എങ്ങനെയാണ് നമ്മൾ കണ്ടത്? തന്നിട്ടുള്ള പാറ്റേൺ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ അതിൽ നമുക്ക് 5 എന്നുള്ളത് വന്നിട്ടുള്ളത് 2ാമത്തെ വരിയിലാണ്. അതായത് 5 × 1 ആണ് 2ാമത്തെ വരിയിൽ വന്നിട്ടുള്ളത്. 3ാമത്തെ വരിയിലാണ് 5 × 2 വന്നിട്ടുള്ളത് അല്ലെ. 3ാമത്തെ വരിയിൽ 5 × 2. അപ്പൊ 12ാമത്തെ വരിയിൽ 5 × 11 ആണ് നമ്മൾ കണ്ടത്. അങ്ങനെയാണ് നമ്മൾ പിന്നെ 12ാമത്തെ വരിയിലെ ആദ്യത്തെ സംഖ്യ കണ്ടത്. ഇനി അതിന്റെ എത്രാമത്തെ സംഖ്യയാണോ കാണേണ്ടത് അതിൽ നിന്ന് 1 കുറച്ചതാണ് അതിന്റെ ശിഷ്ടം വരുന്നതില്ല. നിങ്ങൾക്ക് ആ പാറ്റേൺ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും. ഓരോന്നിലും നമുക്ക് ശിഷ്ടം നമ്മൾ കണ്ടില്ലേ, കുറച്ച് നേരത്തെ എല്ലാത്തിന്റെയും ശിഷ്ടം കണ്ടില്ലേ. ആദ്യത്തെ നിരയിൽ എല്ലാത്തിന്റെ ശിഷ്ടം 0 ആണ്. രണ്ടാമത്തെ നിരയിൽ എല്ലാത്തിന്റെ ശിഷ്ടം 1 ആണ്. പിന്നെ മൂന്നാമത്തെ നിരയിൽ എല്ലാത്തിന്റെ ശിഷ്ടം പിന്നെ എന്താണ് 2 ആണ്. 4ാമത്തെ നിരയിൽ എല്ലാത്തിന്റെ ശിഷ്ടം 3 ആണ്. പിന്നെ 5ാമത്തെ നിരയിലെ എല്ലാത്തിന്റെ ശിഷ്ടം എന്ത് ചെയ്യുന്നു? 4 ആയിരുന്നു അല്ലേ. അപ്പൊ നമുക്ക് എത്രാമത്തെ സംഖ്യയാണ് കാണേണ്ടതെന്ന് ചോദിച്ചാൽ ഫസ്റ്റത്തെ സംഖ്യ കിട്ടിയാൽ ആ ശിഷ്ടം കൂടി അങ്ങ് കൂട്ടിയാൽ മതി. ഇനി അതല്ലെങ്കിൽ ആ പാറ്റേൺ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ആ വരിയത്തെ ഫസ്റ്റത്തെ സംഖ്യ കിട്ടിയാൽ ഓരോ സംഖ്യയും കിട്ടണമെങ്കിൽ അതിക്ക് എത്ര കൂട്ടേണ്ടത് നമുക്ക് അതിക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവില്ലേ. അപ്പൊ നമുക്ക് 4ാമത്തെ സംഖ്യയാണ് കിട്ടേണ്ടത് എന്നുള്ളതുകൊണ്ട് ആദ്യത്തെ സംഖ്യക്ക് 3 ആണ് കൂട്ടേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആൻസർ എന്ത് കിട്ടി? 58 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലുള്ള 5ാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കൂ. 123 എന്ന സംഖ്യ ഇതിലെ ഏത് വരിയിലെ എത്രാമത്തെ സംഖ്യയാണ് എന്നാ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ അത് കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 123നെ 5 കൊണ്ട് ഹരിക്കണം അല്ലെ. എങ്ങനെയാ 123നെ 5 കൊണ്ട് ഹരിക്കുക? നിങ്ങൾ ടെക്സ്റ്റിലുള്ള മെത്തേഡ് ആണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുക. അങ്ങനെ അല്ലെങ്കിൽ ഞങ്ങളൊക്കെ പഠിച്ച കാലത്തുള്ള ആ ഒരു രീതിയിൽ ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പൊ നോക്കൂ, 123 ഹരിക്കണം 5 എന്നുള്ളത് സൈഡിൽ ഒരു കള്ളി വരച്ചിട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ 1ൽ 5 ഉണ്ടോ നോക്കുക. 1ൽ 5 ഇല്ല. അതുകൊണ്ട് തന്നെ അടുത്ത സംഖ്യ കൂടി കൂട്ടി 12ൽ 5 ഉണ്ടോ നോക്കുക. 12ൽ 5 ഉണ്ടല്ലോ. എത്ര 5 ഉണ്ട്? 2 5 ഉണ്ട് അല്ലെ. 2 5 എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പൊ ആദ്യം മുകളിൽ നമുക്ക് 2 എന്നും താഴെ 10 എന്നും എഴുതി കൊടുക്കണം. അതായത് 12ൽ എത്ര 5 ഉണ്ട് എന്നുള്ളത് മുകളിൽ എഴുതി കൊടുക്കുക. 2 5 ആണ്. ഇനി ആ 2 × 5 10 എന്നുള്ളത് താഴെ എഴുതി കൊടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടത്? 12ന്ന് 10 കുറക്കുക. അപ്പൊ എത്രയാ? 2 എന്ന് കിട്ടൂലേ. അത് അതിൻ്റെ താഴെ എഴുതി കൊടുക്കുക. അതിനുശേഷം ഇപ്പൊ 123ൽ 12ലെ നമ്മൾ നോക്കിയിട്ടുള്ളൂ. ബാക്കി 3 അവിടെ ഇല്ലേ. ആ 3 താഴേക്ക് ഇറക്കി എഴുതുക. അപ്പൊ എത്രയായി? 23 എന്നായില്ലേ താഴെ. ഇനി 23ൽ എത്ര 5 ഉണ്ട് നോക്കുക. 23ൽ എത്ര 5 ഉണ്ട്? 4 5 അല്ലേ. 4. അപ്പൊ മുകളിൽ 4 എന്ന് കൊടുക്കുക. 4 5 20 ആണ്. അപ്പൊ ആ 20 എന്ന് താഴെ എഴുതുക. ഇനി ആ 23ന്ന് 20 കുറക്കുക. അപ്പൊ എത്രയാ കിട്ടുന്നത്? 3 എന്ന് കിട്ടും അല്ലെ. അതാണ് ശിഷ്ടം. 3ൽ ഇനി 5 ഇല്ലല്ലോ. അപ്പൊ 3 ആണ് ശിഷ്ടമായിട്ട് കിട്ടുന്നത്. ഹരണഫലമായിട്ട് എത്ര കിട്ടുന്നത്? 24 ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പഠിച്ച ആ ഒരു മെത്തേഡിൽ തന്നെ ചെയ്യാട്ടോ. അതായത് 123നെ 5 കൊണ്ട് ഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാ ചെയ്തിരുന്നത്? 123ൽ എത്ര 5 ഉണ്ട് നോക്കുക. ആദ്യം ഒരു 10 കൊണ്ടോ അല്ലെങ്കിൽ ഒരു 20 നോക്കുക.
എന്നിട്ട് അതിൽ ബാക്കി എത്രയാണോ കിട്ടുന്നത് അതിൽ വീണ്ടും 5 അങ്ങനെ ചെയ്തിട്ട് ലാസ്റ്റ് അതെല്ലാം കൂടെ കൂട്ടുകയാണ് വേണ്ടതില്ലേ. അങ്ങനെ 24 നമുക്ക് കിട്ടും. ശിഷ്ടമായിട്ട് എത്രയാണോ ഉള്ളത് അതും അവിടെ ഉണ്ടാവും. അപ്പോൾ നോക്കൂ, നമുക്ക് ആൻസർ കിട്ടിയിട്ടുള്ളത് 24 അപ്പോൾ നമുക്ക് എത്രാമത്തെ വരിയിലായിരിക്കും ഇത് ഉണ്ടാവുക? അപ്പോൾ നോക്കൂ, ആ പാറ്റേൺ നോക്കൂ. നമ്മൾ ആദ്യം ഇത് ചെയ്ത് നോക്കിയതായിരുന്നു അല്ലേ. എങ്ങനെയാണ്? പിന്നെ ഫസ്റ്റത്തെ വരിയിൽ 0 ഹരണഫലം കിട്ടിയത്. പിന്നെ 0 ഹരണഫലമാണ് ഒന്നാമത്തെ വരിയിൽ കിട്ടിയത്. 1 എന്നാണ് ഹരണഫലം കിട്ടിയത് രണ്ടാമത്തെ വരിയിൽ. 2 എന്നാണ് ഹരണഫലം കിട്ടിയത് മൂന്നാമത്തെ വരിയിൽ. അപ്പോൾ 24 എന്ന് ഹരണഫലം കിട്ടൽ എത്രാമത്തെ വരിയിലായിരിക്കും? 25ാമത്തെ വരിയിലായിരിക്കും അല്ലേ. 25ാമത്തെ വരിയിൽ എത്രാമത്തെ സംഖ്യയാണ്? ശിഷ്ടം എന്ന് പറയുന്നത് 3 ശിഷ്ടം 3 കിട്ടുന്നത് 4ാമത്തെ സംഖ്യക്കാണ്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? 25ാമത്തെ വരിയിലെ 4ാമത്തെ സംഖ്യയാണ് എന്തെന്ന്? 123 എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ പാറ്റേൺ നല്ലോണം ശ്രദ്ധിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമാവും. ഇനി ഈ പേജിലുള്ള 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ചുവടെയുള്ള സംഖ്യകളെ 9ന്റെ മടങ്ങും മിച്ചവുമായി പിരിച്ചെഴുതുക. എന്നിട്ട് 3 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടല്ലോ. അതിന്റെ താഴെ വേറെ 2 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താണ്? 11,111നെ 9ന്റെ മടങ്ങും മിച്ചവുമായി എങ്ങനെ പിരിച്ചെഴുതാമെന്ന് ഊഹിക്കുക. ഊഹം ശരിയാണോ എന്ന് പരിശോധിക്കുക. രണ്ടാമത്തത്, ഇങ്ങനെ കിട്ടുന്ന സംഖ്യാക്രമം തുടർന്ന് എഴുതുക എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാ ചെയ്യണമെന്ന് നോക്കാം. അപ്പം അതിൽ ഫസ്റ്റത്തെ നോക്കൂ, 11നെ 9ന്റെ മടങ്ങും മിച്ചവുമായിട്ട് എഴുതാനാണല്ലേ. ഇങ്ങനെയാ മടങ്ങും മിച്ചവും കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? 11നെ നമ്മൾ 9 കൊണ്ട് ഹരിക്കുക. അപ്പോൾ ഹരണഫലമായിരിക്കും എന്ത്? മടങ്ങ് എന്ന് പറയുന്നത്. മിച്ചോ? ശിഷ്ടാണ് മിച്ചെന്ന് പറയുന്നത് അല്ലേ. അപ്പം നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്? 11നെ 9 കൊണ്ട് ഹരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കള്ളിയൊക്കെ വരച്ച് അതിൻ്റെ ഉള്ളിൽ 11 എന്ന് എഴുതുക അല്ലേ. എന്നിട്ടോ മുകളിൽ 9 കൊണ്ടല്ലേ ഹരിക്കേണ്ടത്, അതുകൊണ്ട് തന്നെ 9 എന്നും എഴുതാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 11 എന്ന് പറയുന്നത് 9ന്റെ അടുത്ത് തന്നെയുള്ള സംഖ്യ ആയതുകൊണ്ട് ഏറ്റവും ചെറിയ ഒരു സംഖ്യയാണ് നമ്മൾ അതിൽ കൊള്ളുക എന്നുള്ളത് എഴുതാല്. അതായത് 1 കൊടുക്കാം. ഒരു 9 എത്രയാണ്? 9 അപ്പോൾ 1 എന്ന് നമ്മൾ എന്ത് ചെയ്തു? ആ കള്ളിന്റെ ഇടത് ഭാഗത്ത് എഴുതി. ഇനി അപ്പോൾ ആ മുകളിലുള്ള ആ 9ഉം താഴെ ഈ 1 കൂടെ ഗുണിച്ചിട്ടാണ് 11ന്റെ താഴെ എഴുതേണ്ടത്. ഒരു 9 അത് നമ്മൾ 11ന്റെ താഴെ എഴുതി കൊടുക്കുക. 11ന്റെ താഴെ 9 എന്ന് എഴുതി. ഇനി എന്താ ചെയ്യുക? 11 9 കുറക്കണം അല്ലേ. 11 9 കുറക്കുമ്പോൾ എത്രയാണ്? 2 കിട്ടും അല്ലേ. ഇനി 2ൽ 9 ഉണ്ടോ? ഇല്ല. അപ്പം അത് തീർന്നിട്ടുണ്ട്, ഹരണം തീർന്നിട്ടുണ്ട്. അതായത് 2 എന്താണ്? മിച്ചാണ് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ ഇടയിൽ വലത് ഭാഗത്ത് എന്ത് എഴുതിയിട്ടുണ്ട്? 9 എന്ന് എഴുതിന് 1 × 9 ആണ് 9 എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇനി നമ്മൾ താഴെ എന്താ എഴുതുക? ഇപ്പം എത്ര 9 ഉള്ളത് 11ൽ? 1 അല്ലേ ഉള്ളൂ. അപ്പോൾ അത് ആദ്യം നമ്മൾ ഇടത് ഭാഗത്ത് എഴുതുക. അപ്പോൾ നമ്മളെങ്ങനെ എഴുതി? മടങ്ങ് സമ 1 എന്ന് എഴുതി. പിന്നെ മിച്ചം എത്രയാണ്? 2 ആണ് അല്ലേ. അപ്പോൾ അതിന് മിച്ചം എന്ന് എഴുതി. പിന്നെ വലത് ഭാഗത്ത് എന്താ എഴുതണ്ട? 1 × 9 = 9 എന്നും എഴുതാം. ഇപ്പം നമുക്ക് കാണേണ്ടത് എന്തായിരുന്നു? മടങ്ങും മിച്ചമായിട്ട് എഴുതാനല്ലേ പറഞ്ഞത്. അപ്പം എങ്ങനെ എഴുതാം? മടങ്ങ് 1 ആണ്, മിച്ചം 2 ആണ് എന്ന് എഴുതാൻ പറ്റൂലേ. ഇനി ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 111നെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയാണ് മടങ്ങ്, എത്രയാണ് മിച്ചം എന്നാണ് കാണേണ്ടത്. അപ്പം നമുക്ക് അതും ഇതുപോലെ ചെയ്യാം. അപ്പം ആദ്യം കള്ളി വരച്ചിട്ട് കള്ളിൻ്റെ ഉള്ളിൽ 111 എന്ന് എഴുതുക, മുകളിൽ 9 എന്ന് എഴുതുക അല്ലേ. ഇനി നമുക്ക് ഇടത് സൈഡിൽ 10 എന്ന് എഴുതാം അല്ലേ. കള്ളിൻ്റെ ഇടത് സൈഡിൽ 10 എന്ന് എഴുതാം അല്ലേ. എന്താണ്? 10 9 90 അല്ലേ. 90നെക്കാളും വലുതല്ലേ 111 എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് 10 എന്ന് കൊടുക്കാം. എന്നിട്ട് കള്ളിൻ്റെ ഉള്ളിൽ എന്ത് കൊടുക്കാം? 90 എന്ന് കൊടുക്കാം അല്ലേ. എന്താണ് 90 എന്ന് കിട്ടിയത്? എങ്ങനെയാണ്? 10 × 9 10 × 9 എത്രയാ? 90 അത് സൈഡിൽ വലത് ഭാഗത്ത് കാണിക്കും ചെയ്യണം. 10 × 9 = 90 എന്ന് കാണിക്കാം. ആ 90 നമ്മൾ കള്ളിൻ്റെ ഉള്ളിൽ എഴുതി. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? 111 90 കുറക്കണം അല്ലേ. 111 90 കുറക്കുമ്പോൾ എത്രയാണ്? 21 എന്ന് കിട്ടും. അപ്പോൾ നമ്മളത് അതിൻ്റെ താഴെ എഴുതാം, 21 എന്ന് എഴുതാം. ഇനി നമ്മൾ 21ൽ 9 ഇല്ലേ നോക്കുക. 21ൽ എത്ര 9 ഉണ്ട്? എന്തായാലും 2 എന്തായാലും ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് താഴെ 2 എന്ന് കൊടുക്കാം അല്ലെ. ഇടത് ഭാഗത്ത് 2 എന്ന് കൊടുക്കാം. ഇനി ആ 2നെ 9 കൊണ്ട് ഗുണിച്ചത് നമ്മൾ ആ കള്ളിൻ്റെ ഉള്ളിൽ എഴുതുക അല്ലേ. അതായത് 2 9 18 എന്ന്. 21ന്റെ താഴെ 18 എന്ന് എഴുതാം. എങ്ങനെയാണ് 18 കിട്ടിയെന്ന് സൈഡിൽ കാണിക്കുക. 2 × 9 18 എന്ന് കിട്ടിയിട്ടുള്ളത് അല്ലേ. ഇനി നമ്മൾ 21ന്ന് 18 കുറക്കുക അല്ലേ. 21ന്ന് 18 കുറക്കുമ്പോൾ എത്രയാ? 3 എന്ന് കിട്ടും. ഇനി 3ൽ 9 ഉണ്ടോ? ഇല്ല. അപ്പോൾ 3 എന്ന് പറയുന്നത് എന്താണ്? മിച്ചാണ് അല്ലേ. ഈ 111നെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന മിച്ചാണ് എന്ത്? 3 എന്ന് പറയുന്നത്. ഹരണഫലം എത്രയാണ്? 10ഉം 2ഉം ഉണ്ട് അല്ലേ. 10 2ഉം കൂടെ കൂട്ടുമ്പോൾ 12 ആണ്. അപ്പോൾ 111നെ 9 കൊണ്ട് ഹരിക്കുമ്പോൾ ഹരണഫലം എത്ര കിട്ടുന്നത്? 12 ആണ്. മിച്ചം എത്രയാണ്? 3 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? മടങ്ങ്
12 ആ 3 എന്നുള്ളതിൻ്റെ താഴെ അത് മിച്ചാണ് എന്ന് എഴുതാം. പിന്നെ വലത് ഭാഗത്ത് എന്ത് എഴുതാം? 12 × 9 അധികം മിച്ചായിട്ടുള്ള 3 കൂടെ കൂട്ടിയാലാണ് എന്ത് കിട്ടുന്നത്? 111 കിട്ടുന്നത് എന്ന് എഴുതാം അല്ലേ. അപ്പോൾ നോക്കൂ, 11നെ 9 കൊണ്ട് ഹരിച്ചപ്പോൾ മടങ്ങ് 1 മിച്ചം 2 ആയിരുന്നു. 111നെ 9 കൊണ്ട് ഹരിച്ചപ്പോഴോ മടങ്ങ് 12 മിച്ചം 3 ആയിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 1111നെ 9 കൊണ്ട് ഹരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക? നേരത്തെ ചെയ്ത പോലെ തന്നെ കള്ളി വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്താൽ 1111 എന്ന് എഴുതുക. മുകളിൽ 9 എന്ന് എഴുതാമല്ലോ, 9 കൊണ്ടല്ലേ ഹരിക്കേണ്ടത്, അതുകൊണ്ട് മുകളിൽ 9 എന്ന് എഴുതുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഏറ്റവും ചെറിയ സംഖ്യ എടുത്തു കഴിഞ്ഞാൽ 9ൻ്റെ 1000ക്ക് എത്തണമെങ്കിൽ കുറേ സമയം എടുക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് വലിയതെടുക്കാം. അപ്പോൾ നോക്കൂ, നമ്മളൊരു 100 എന്ന് എടുത്തു കഴിഞ്ഞാൽ 100 എത്രയാണ്? 100 900 ആണ് അല്ലേ. പിന്നെ 1നെ 9 കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് ആ 2 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 900 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ 100 നമുക്ക് എടുക്കാം. അപ്പോൾ 100 900 എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ വലത് ഭാഗത്ത് എന്ത് എഴുതുക? 100 × 9 = 900 എന്ന് എഴുതി കൊടുക്കുക. അതുപോലെ കള്ളിൻ്റെ ഉള്ളിലും ആ 900 എഴുതി കൊടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടത്? 1111 എന്ന് 900 കുറക്കണം അല്ലേ. എന്നിട്ട് അതിൻ്റെ താഴെ എഴുതണം. ഇനി എന്താ ചെയ്യേണ്ടത്? പിന്നെ 1111 900 കുറച്ചു. അപ്പോൾ എത്ര കിട്ടിയ? 211 എന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ 211ൽ എത്ര 9 ഉണ്ട് നോക്കണം അല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും അറിയാവുന്ന ഒരു സംഖ്യ എഴുതുക. അതായത് 100ൽ പിന്നെ നമ്മൾ 10 എന്ന് എഴുതിയ പോലെ 200ൽ അപ്പോൾ നമുക്കൊരു 20 എന്ന് എഴുതി വെക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് പിന്നെ ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ 20 എന്ന് ഇടത് ഭാഗത്ത് എഴുതി കൊടുക്കുക. 20 എന്ന് എഴുതുമ്പോൾ 29 എത്രയാണെന്നുള്ളത് വലത് ഭാഗത്തും എഴുതണം. 29 എത്രയാണ്? 29 18 പിന്നെ അതിൽ ഒരു 0 അല്ലേ ഉള്ളത്, ആ ഒരു 0 കൂടി ഇട്ടെടുക്കുക. അപ്പോൾ എത്രയാവും? 180 എന്ന് കിട്ടൂല. 29 എത്രയാണ്? 180 അത് നമ്മൾ ആ കള്ളിൻ്റെ ഉള്ളിലും എഴുതണം. അതായത് 211 എന്ന് എഴുതിയില്ലേ, അതിൻ്റെ താഴെ നമ്മൾ എന്ത് എഴുതുക? ആ 180 എന്ന് എഴുതുക. ഇനി എന്താ ചെയ്യുക? 211 180 കുറച്ചിട്ട് അതിൻ്റെ താഴെ എഴുതണം അല്ലേ. അപ്പോൾ എത്രയാണ്? 211 180 കുറക്കുമ്പോൾ 31 എന്ന് കിട്ടും. അപ്പോൾ അത് നമ്മൾ കള്ളിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുക? 31ൽ എത്ര 9 ഉണ്ട് നോക്കുക അല്ലേ. ഒരു 3 9 എന്തായാലും ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 3 എന്ന് ഇടത് ഭാഗത്ത് എഴുതുക അല്ലേ. ഇടത് ഭാഗത്ത് 3 എന്ന് എഴുതി കഴിഞ്ഞാൽ 3 × 9 എത്രയാണ്? 27 എന്ന് കള്ളിൻ്റെ ഉള്ളിലും എഴുതുക. 3 × 9 27 എന്ന് നമ്മൾ സൈഡിലും എഴുതണം. ഇനി നമ്മൾ ആ 31 27 കുറച്ചിട്ട് അതിൻ്റെ താഴെ എഴുതുക അല്ലേ. 31 27 കുറക്കുമ്പോൾ എത്രയാണ്? 4 എന്ന് കിട്ടും. അപ്പോൾ അത് അതിൻ്റെ താഴെ എഴുതി കൊടുക്കുക. അപ്പോൾ ഈ 4ൽ ഇനി 9 ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ 4 എന്താണ്? അതിൻ്റെ മിച്ചാണ്. പിന്നെ ഹരണഫലം അഥവാ മടങ്ങ് എത്രയാണ്? 100ഉം 20ഉം 3ഉം ഉണ്ടല്ലേ. അപ്പോൾ എത്രയായി? 123 അല്ലേ. അത് 3ഉം കൂടെ കൂട്ടുമ്പോൾ 123. അപ്പം മടങ്ങ് എന്ന് പറയുന്നത് 123. അതുപോലെ മിച്ചം എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? കള്ളിൻ്റെ ഇടത് ഭാഗത്ത് മടങ്ങ് = 123 എന്ന് എഴുതാം. അതുപോലെ പിന്നെ കള്ളിൻ്റെ ഉള്ളിൽ 4 മിച്ചം കിട്ടിയില്ലേ, അത് നമുക്ക് മിച്ചമാണ് എന്ന് എഴുതാം. പിന്നെ വലത് ഭാഗത്ത് 123 × 9 + 4 1111 എന്ന് എഴുതാം അല്ലേ. 123 × 9 എന്ന് പറയുക ആ മിച്ചമായിട്ടുള്ള 4ഉം കൂടെ കൂട്ടിയാലാണ് എന്ത്? ആ ഹാരിയായിട്ടുള്ള 1111 കിട്ടുന്നത്. ഇപ്പോൾ നോക്കൂ, 11നെ 9 കൊണ്ട് ഹരിച്ചപ്പോൾ മടങ്ങ് 1 കിട്ടി, മിച്ചം 2 കിട്ടിയില്ലേ. 111നെ 9 കൊണ്ട് ഹരിച്ചപ്പോഴോ മടങ്ങ് 12 കിട്ടി, മിച്ചം 3 കിട്ടിയിട്ടുള്ളത്. 1111നെ 9 കൊണ്ട് ഹരിച്ചപ്പോൾ മടങ്ങ് 123 കിട്ടി, മിച്ചം 4 കിട്ടിയില്ലേ. എന്താ അതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോ? അതായത് 11 എന്ന് പറഞ്ഞാൽ 2 അക്കങ്ങളാണ്, 2 ഒന്നുകളാണ് അല്ലേ. അതിൽ മടങ്ങ് വന്നത് 1 അതിൻ്റെ മിച്ചം വന്നിട്ടുള്ളതോ 2 എന്നുമാണ്. ഇനി പിന്നെ 111ൽ എത്രണ്ണാണ്? 3 അക്കങ്ങളാണ് ഉള്ളത് അല്ലേ. അപ്പോൾ 2 വരെയുള്ളത്, അതായത് 1ഉം 2ഉം മടങ്ങ് വന്നത് 12 അല്ലേ. മിച്ചം എന്താ വന്നിട്ടുള്ളത്? ആ 3 എന്നും വന്നിട്ടുണ്ട്. പിന്നെ അടുത്തത് 1111 അതിൽ 4 അക്കങ്ങളാണുള്ളത്. ആ 4 അക്കമായപ്പോൾ 3 വരെയുള്ള അക്കം, അതായത് 1 2 3 123 മടങ്ങ് വന്നിട്ടുള്ളത്. മിച്ചമാണെങ്കിലോ 4 വന്നിട്ടുള്ളത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്തത് എത്രയായിരിക്കും? 1111ന് എത്രയായിരിക്കും മടങ്ങ് വന്നിട്ടുണ്ടാവുക? ഇതിലുള്ള അടുത്ത ക്വസ്റ്റ്യൻ അതാണ് അല്ലേ. 1111നെ 9ൻ്റെ മടങ്ങും മിച്ചവുമായി എങ്ങനെ പിരിച്ചെഴുതാമെന്ന് ഊഹിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഊഹം ശരിയാണോ എന്ന് പരിശോധിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഊഹിച്ചെഴുതുക? എങ്ങനെയാണ്? അതിൽ എത്ര അക്കങ്ങളാണുള്ളത്? 5 എണ്ണമാണുള്ളത് അല്ലേ. അപ്പം 4 വരെയുള്ളതായിരിക്കും മടങ്ങ് വരിക. അതായത് 1 2 3 4 ആയിരിക്കും അല്ലേ. 1234 മടങ്ങ് വരിക. മിച്ചം എത്രയായിരിക്കും? മിച്ചം 5 ആയിരിക്കും അല്ലേ. 5 അക്കങ്ങളല്ലേ. അപ്പം മിച്ചം വരുന്നത് 5 ആയിരിക്കും. ഇനി നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം. അത് നമ്മൾ ഊഹിച്ചത് ശരിയാണോ എന്ന് ചെയ്ത് നോക്കാം. നമ്മൾ ഊഹിച്ചത് എങ്ങനെയാണ്? മറ്റേതൊക്കെ നോക്കിയിട്ട് ആ ഒരു രീതി വെച്ച് നമ്മൾ ഊഹിച്ച് നോക്കിയതാണ്. നമുക്ക് ആൻസർ ശരിയാണോ എന്നൊന്ന് ചെയ്ത് നോക്കണം.
അപ്പോൾ നമ്മളത് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ 11,111 എന്ന് കള്ളിൻ്റെ ഉള്ളിലും മുകളിൽ 9 എന്ന് എഴുതിയില്ലേ, 9 കൊണ്ടല്ലേ ഇരിക്കേണ്ടത്, അപ്പോൾ 9 എന്ന് എഴുതി. ഇനി നമുക്ക് എത്ര കൊണ്ടാണ് ആദ്യം ചെയ്യുക? കുറച്ച് വലിയ സംഖ്യ ആയതുകൊണ്ട് വലിയ സംഖ്യ തന്നെ ആദ്യം ചെയ്ത് നോക്കുകയാണ് സുഖം. അപ്പോൾ നമുക്കൊരു 1000 ആദ്യം എടുത്ത് നോക്കാം അല്ലേ. അപ്പോൾ 1000 ആണെങ്കിൽ 1000 ഇൻറ്റു 9 നമ്മൾ വലത് സൈഡിൽ എഴുതേണ്ടത്. അപ്പോൾ 1000 ഇൻറ്റു 9 എത്രയാണ്? 9000 ആണ് അല്ലേ. അപ്പോൾ അത് നമ്മൾ കള്ളിൻ്റെ ഉള്ളിലും എഴുതുക. കള്ളിൻ്റെ ഉള്ളിൽ എത്രയാണ്? 9000 എന്ന് എഴുതുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക? 11,111 9000 കുറച്ചിട്ട് താഴെയുള്ള കള്ളിയിൽ എഴുതണം. അപ്പോൾ എത്രയാണ് കിട്ടുക? 2111 എന്ന് കിട്ടുമല്ലോ. ഇനി നമുക്ക് അതിലും കുറച്ചും കൂടി ഒരു വലിയ സംഖ്യ, അതായത് പിന്നെ 2111 എത്ര 9 വരും എന്നുള്ളത് ഏകദേശം നോക്കിയിട്ട് വീണ്ടും ഒരു സംഖ്യ എഴുതുക. ഒരു 200 എന്ന് എഴുതി നോക്കാം അല്ലേ. 200 ആവുമ്പോൾ എത്രയാണ്? 200 ഇൻറ്റു 9. 200 ഇൻറ്റു 9 എത്രയാ? 2 ഇൻറ്റു 9 എന്ന് പറഞ്ഞാൽ 18 പിന്നെ 200ലുള്ള 2 0 കൂടി ഇട്ടാൽ 1800 എന്ന് കിട്ടുമല്ലോ. അപ്പോൾ അത് നമ്മൾ വലത് സൈഡിൽ എഴുതുക. 200 ഇൻറ്റു 9 സമം 1800 എന്ന് എഴുതുക. ഇനി കള്ളിൻ്റെ ഉള്ളിൽ ആ 1800 നമുക്ക് എടുത്ത് എഴുതണം. അപ്പോൾ നോക്കൂ, 2111 1800 ആണ് ഇനി കുറക്കേണ്ടത്. എന്നിട്ട് അതിൻ്റെ ബാക്കിയാണ് പിന്നെ താഴെ എഴുതുക. അപ്പോൾ അതെത്രയാണ് കിട്ടുക? 311 അല്ലേ. 2111 1800 കുറക്കുമ്പോൾ 311 എന്ന് കിട്ടും. അപ്പോൾ അത് നമ്മൾ ആ കള്ളിയിൽ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ 311 എത്ര 9 വരെ ഉണ്ടാവാമെന്ന് നോക്കാം. ഒരു ഏകദേശം ഒരു സംഖ്യ എഴുതുക. ആദ്യം നമ്മൾ 30 കൊണ്ട് നോക്കുക അല്ലേ. 39 എത്രയാണ്? 3 9 27 അല്ലേ. അപ്പോൾ 39 എത്രയാ? 270 ആയിരിക്കും അല്ലേ. അപ്പോൾ 270 311 താഴെയാണ്. അപ്പോൾ നമുക്ക് 30 എന്ന് എഴുതിയിട്ടുണ്ട്. എന്നിട്ടോ വലത് ഭാഗത്ത് 30 ഇൻറ്റു 9 270 എന്ന് എഴുതുക. അതുപോലെ ആ കള്ളിൻ്റെ ഉള്ളിൽ 270 എന്ന് എഴുതുക. അപ്പോൾ 311 270 ആണ് ഇനി കുറക്കേണ്ടത്. എന്നിട്ട് 311 270 കുറച്ച് അടുത്ത കള്ളിയിൽ എഴുതണം. അപ്പോൾ 311 270 കുറക്കുമ്പോൾ 41 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? 41 എത്ര 9 ഉണ്ട് എന്നാണ് നോക്കേണ്ടത് അല്ലേ. 41 എത്ര 9 ഉണ്ട്? 4 9 36 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് 41ൻ്റെ ഉള്ളിലുള്ളതാണ് 36, അതുകൊണ്ട് 4 എന്തായാലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് 4 എന്ന് എഴുതാം അടുത്ത സംഖ്യ ആയിട്ട്. അപ്പോൾ നമ്മൾ ഇടത് ഭാഗത്ത് 4 എന്ന് എഴുതുക, വലത് ഭാഗത്ത് അതുപോലെ എന്ത് എഴുതുക? 4 ഇൻറ്റു 9 സമം 36 എന്ന് എഴുതുക. അതുപോലെ കള്ളിൻ്റെ ഉള്ളിലും എന്ത് എഴുതുക? 36 എന്ന് തന്നെ എഴുതുക അല്ലേ. ഇനി എന്താ ചെയ്യേണ്ടത്? 41 36 കുറക്കുക. എന്നിട്ട് ബാക്കി വരുന്നത് അതിൻ്റെ താഴെ എഴുതണം. അപ്പോൾ 41 36 കുറക്കുമ്പോൾ 5 എന്ന് കിട്ടും അല്ലേ. 5ൽ 9 ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ 5 എന്ന് പറഞ്ഞാൽ എന്താണ്? മിച്ചമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇടത് ഭാഗത്ത് മടങ്ങ് സമം 1234 എന്ന് എഴുതാം. അതുപോലെ കള്ളിക്കുള്ളിൽ 5 ആണ് കിട്ടിയത് അല്ലേ, അത് മിച്ചാണ്. പിന്നെ വലത് ഭാഗത്ത് എന്ത് എഴുതാം? 1234 9 കൊണ്ട് ഗുണിക്കുക, എന്നിട്ട് അതിക്ക് മിച്ചായിട്ടുള്ള 5ഉം കൂടെ കൂട്ടുക. അപ്പോൾ എന്ത് കിട്ടും? 11,111 എന്നുള്ള ആ ഒരു ഹാര്യം കിട്ടും അല്ലേ. അപ്പോൾ നമ്മൾ ഊഹിച്ച പോലെ തന്നെ അല്ലേ നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത്. അതായത് മടങ്ങ് 1234 മിച്ചം 5. ഇത് നമ്മൾ നേരത്തെ ഊഹിച്ചുകാണ്ട് ആദ്യം എഴുതി വെച്ചിട്ടുണ്ടല്ലേ സൈഡിൽ. അതന്നെയാണ് നമുക്ക് ഇങ്ങനെ ഹരിച്ചുകാണ്ട് കിട്ടിയപ്പോഴും എന്ത് കിട്ടിയത്? ആൻസർ കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൽ തന്നെയുള്ള അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇങ്ങനെ കിട്ടുന്ന സംഖ്യാക്രമം തുടർന്ന് എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ 5 ഒന്നുകൾ വരെയുള്ളത് നമ്മൾ എഴുതി കഴിഞ്ഞു അല്ലേ. ഇനി 6 1, അതായത് 1,11,111 അതിനെ 9 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ മടങ്ങ് എത്രയാ കിട്ടുക? നമുക്ക് ആ ഒരു ഊഹം വെച്ചിട്ട് തന്നെ എഴുതാൻ പറ്റും. എന്താണ്? 6 ഒന്നുകളായതുകൊണ്ട് 5 വരെയുള്ളത് എഴുതുക. 1 2 3 4 5 അതാണ് മടങ്ങ് വരുന്നത്. മിച്ചാണെങ്കിൽ 6 തന്നെ ആയിരിക്കും അല്ലേ. അങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി അടുത്തത് നോക്കൂ, 7 1 വരുന്നത്. 7 1 വരുന്നതിനെ കൊണ്ട് 9നെ ഹരിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? മടങ്ങ് 6 വരെയുള്ള സംഖ്യ, അതായത് 1 മുതൽ 6 വരെ എഴുതുക. എന്നിട്ട് മിച്ചം 7 എന്നും എഴുതുക. ഇനി അടുത്തതോ 8 ഒന്നുകളാണെങ്കിലോ 8 ഒന്നുകൾ എഴുതിയിട്ട് ഹരിക്കണം 9 എന്നാണെങ്കിൽ അതിൻ്റെ മടങ്ങ് വരുന്നത് 7 വരെയുള്ള സംഖ്യ എഴുതുക. 1 മുതൽ 7 വരെയുള്ള സംഖ്യ എഴുതുക. മിച്ചം എന്തായിരിക്കും? 8 ആയിരിക്കും. ഇതെങ്ങനെ തുടർന്ന് പോവുകയാണ് വേണ്ടത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കൂ. ചുവടെയുള്ള സംഖ്യകളെ 8ന്റെ മടങ്ങും മിച്ചവുമായി പിരിച്ചെഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 3 സംഖ്യകൾ തന്നിട്ടുണ്ട്. അതിൻ്റെ താഴെ വേറെ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ്? 9876നെ 8ന്റെ മടങ്ങും മിച്ചവുമായി എങ്ങനെ പിരിച്ചെഴുതാമെന്ന് ഊഹിക്കുക. ഊഹം ശരിയാണോ എന്ന് പരിശോധിക്കുക. അതുപോലെ ഇങ്ങനെ കിട്ടുന്ന സംഖ്യാക്രമം തുടർന്ന് എഴുതുക എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നോക്കൂല്ലേ, ഫസ്റ്റത്തെ സംഖ്യ ഏതാണ്? 9 ആണല്ലേ. അപ്പോൾ 9നെ 8ന്റെ മടങ്ങും മിച്ചവുമായിട്ട് എഴുതണം. അപ്പോൾ നമ്മൾ ആദ്യം 9നെ കള്ളിൻ്റെ ഉള്ളിൽ എഴുതുക അല്ലേ. പിന്നെ 8 മുകളിലും എഴുതുക. നമ്മൾ അതിൻ്റെ മടങ്ങും മിച്ചമായിട്ട് കാണാനാണ് പറഞ്ഞത്, അതുകൊണ്ട് ഹരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. 9നെ 8 കൊണ്ട് ഹരിക്കാനാണ്. അപ്പോൾ 8 മുകളിലും 9 കള്ളിൻ്റെ ഉള്ളിലും എഴുതുക. ഇനി എന്താ ചെയ്യേണ്ടത്? 9ൽ എത്ര 8 ഉണ്ട് നോക്കണം അല്ലേ. എത്ര 8 ആണ് 9ലുള്ളത്? ഒരു 8 അല്ലേ.
അപ്പോൾ അത് നമ്മൾ ആ കള്ളിൻ്റെ ഇടത് ഭാഗത്ത് എഴുതാം. എന്നിട്ട് ഒരു 8 8 എന്നുള്ളത് കള്ളിൻ്റെ വലത് ഭാഗത്ത് എഴുതുക. കള്ളിൻ്റെ ഉള്ളിൽ ആ 8 എന്ന് എടുത്ത് എഴുതുക അല്ലേ. അപ്പോൾ ഞാൻ എന്താണ് ഇനി എന്താ ചെയ്യേണ്ടത്? 9 ന്ന് 8 കുറക്കണം. 9 ന്ന് 8 കുറക്കുമ്പോൾ എത്ര കിട്ടുന്നത്? 1 എന്ന് കിട്ടും. അതാണ് എന്ത് മിച്ചം എന്ന് പറഞ്ഞത്. 1 പിന്നെ 8 വരുന്നില്ലല്ലോ. അപ്പോൾ ആ 1 ആണ് എന്ത് പറയുന്നത്? മിച്ചം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് 9 8 എന്നുള്ളതിൻ്റെ താഴെ എഴുതാം. കള്ളിൻ്റെ ഉള്ളിൽ താഴെയായിട്ട് എന്ത് എഴുതാം? 1 എന്ന് എഴുതാം. അപ്പോൾ 9നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ മടങ്ങ് 1 അതുപോലെ മിച്ചം എന്താണ്? 1 തന്നെയാണ് അല്ലേ. ഇനി അടുത്ത് നോക്കൂ, 98നെയാണ് 8 കൊണ്ട് ഹരിക്കേണ്ടത് അല്ലേ. എന്നിട്ട് അതിൻ്റെ മടങ്ങും മിച്ചമായിട്ട് എഴുതാൻ വേണ്ടത്. അപ്പോൾ നമ്മൾ അതിനും ഇതുപോലെ കള്ളിയൊക്കെ വരച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ കള്ളി വരച്ചിട്ട് ആ കള്ളിൻ്റെ ഉള്ളിൽ 98 എന്ന് എഴുതുക, അതുപോലെ മുകളിൽ 8 എന്ന് എഴുതുക. ഇനി എന്താ ചെയ്യേണ്ടത്? ആ 8 എത്ര ഉണ്ട് 98 എന്നല്ലേ നോക്കണ്ടേ. അപ്പോൾ നമുക്കൊരു 10 ആദ്യം എഴുതി നോക്കാം അല്ലേ. എന്നിട്ട് പിന്നെ ബാക്കിയുള്ളത് പിന്നെ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്കൊരു 10 എന്ന് ആ കള്ളിൻ്റെ ഇടത് ഭാഗത്ത് എഴുതി കൊടുക്കണം. അതുപോലെ വലത് ഭാഗത്ത് കള്ളിൻ്റെ വലത് ഭാഗത്ത് 10 × 8 അല്ലേ. 10 × 8 80 ആണ് എന്ന് എഴുതി കൊടുക്കുക. കള്ളിൻ്റെ ഉള്ളിലും ആ 80 എന്ന് എഴുതണം. 98ൻ്റെ താഴെയായിട്ട് 80 എന്ന് എഴുതുക. ഇനി 98 ന്ന് 80 കുറക്കണം. എന്നിട്ട് ബാക്കി എത്രയാണോ ഉള്ളത് അതിൽ എത്ര 8 ഉണ്ടെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ 98 ന്ന് 80 കുറക്കുമ്പോൾ എത്രയാ? 18 എന്ന് കിട്ടൂലേ. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ താഴെ എഴുതാം. ഇനി നമ്മൾ എന്താ ചെയ്യുക? 18ൽ എത്ര 8 ഉണ്ട് നോക്കണം അല്ലേ. അപ്പോൾ 2 8 എന്തായാലും ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആ കള്ളിൻ്റെ ഇടത് സൈഡിൽ 2 എന്ന് കൊടുക്കാം. വലത് സൈഡിൽ അതുപോലെ 2 × 8 = 16 എന്നും കൊടുക്കാം. പിന്നെ കള്ളിൻ്റെ ഉള്ളിലും ആ 16 എന്ന് എഴുതണം അല്ലേ. ഇനി എന്താ ചെയ്യുക? 18 ന്ന് 16 കുറക്കുക. അപ്പോൾ എത്ര കിട്ടുന്നത്? 2 എന്ന് കിട്ടുമല്ലോ. ഇനി അതിൽ 8 ഉണ്ടോ? ഇല്ല അല്ലേ. അതുകൊണ്ട് അത് മിച്ചാണ്. മിച്ചം 2 എന്ന് കിട്ടി. മടങ്ങ് എത്രയാണ്? ഒരു 10 ഉണ്ട്, ഒരു 2 ഉണ്ട്. 10ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ 12 ആണ്. അപ്പം മടങ്ങ് എന്ന് പറയണത് 12 ആണ്. മിച്ചം 2 ആണ്. അതായത് 98നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ മടങ്ങ് 12ഉം മിച്ചം 2ഉം ആണ്. 9നെ 8 കൊണ്ട് ഹരിച്ചപ്പോൾ മടങ്ങ് 1ഉം മിച്ചം 1ഉം ആയിരുന്നു. 98നെ 8 കൊണ്ട് ഹരിച്ചപ്പോൾ മടങ്ങ് 12ഉം മിച്ചം 2ഉം ആയിട്ടുണ്ട് അല്ലേ. ഇനി എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? എന്താണ്? 987നെ 8 കൊണ്ട് ഹരിച്ചിട്ട് മടങ്ങും മിച്ചമായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പം അതിന് നമുക്കിതുപോലെ കള്ളിയൊക്കെ വരക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കള്ളിൻ്റെ ഉള്ളിൽ 987 എന്ന് എഴുതുക, മുകളിൽ 8 എന്ന് എഴുതുക അല്ലേ. ഇനി 987 ആണ്. കുറച്ച് വലിയ സംഖ്യയാണ്. അപ്പം അതിനനുസരിച്ചുള്ളൊരു സംഖ്യ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? പുറത്താദ്യം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു 100 എന്ന് എടുത്ത് നോക്കാം അല്ലേ. കള്ളിൻ്റെ ഇടത് ഭാഗത്ത് 100 എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ വലത് ഭാഗത്ത് 100 × 8 ആണ് എഴുതേണ്ടത്. 100 × 8 എത്രയാണ്? 800 ആണ് അല്ലേ. 8 എന്ന് എഴുതിയിട്ട് 2 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 800 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യണം? ആ കള്ളിൻ്റെ ഉള്ളിൽ 987ൻ്റെ താഴെയും ഇത് തന്നെയാണ് എഴുതേണ്ടത്. അതായത് 100 × 8 800 അല്ല. ആ 800 എടുത്ത് എഴുതാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ആ 800 എന്ന് എഴുതി. ഇനി എന്താ ചെയ്യുക? 987 ന്ന് 800 കുറക്കുക. അപ്പോൾ എത്ര കിട്ടുക? 187 എന്ന് കിട്ടുമല്ലോ. അത് നമുക്ക് ആ കള്ളിൻ്റെ താഴെ എഴുതി കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് 187 എത്ര 8 ഉണ്ടായേക്കാം? ഒരു 28 എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് 20 വെച്ചിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ കള്ളിൻ്റെ ഇടത് ഭാഗത്ത് 20 എന്ന് എഴുതുക, വലത് ഭാഗത്ത് 20 × 8 എത്രയാണെന്ന് എഴുതുക അല്ലേ. 20 × 8 എത്രയാണ്? 2 8 16 അല്ലേ. പിന്നെ ഒരു 0 കൂടെ ഇട്ട് കൊടുത്താൽ മതി. അപ്പം 160 എന്ന് കിട്ടൂലേ. 20 × 8 എന്ന് പറഞ്ഞാൽ 160 ആണ്. അപ്പം നമ്മൾ ആ കള്ളിൻ്റെ ഉള്ളിലും ആ 160 എന്ന് എഴുതുക. അതായത് 187ൻ്റെ താഴെ 160 എന്ന് എഴുതുക. ഇനി എന്താ ചെയ്യേണ്ടത്? ആ 187 ന്ന് 160 കുറക്കണം. അപ്പം എത്രയാണ് കിട്ടുന്നത്? 27 എന്ന് കിട്ടുമല്ലോ. 27 ഇനി 8 ഉണ്ട് അല്ലേ. എത്ര 8 ഉണ്ട്? അതാണ് നമ്മൾ വീണ്ടും എഴുതാൻ പോകുന്നത്. അതായത് 27 എത്ര 8 ആണ് നോക്കുക. 3 8 എന്തായാലും ഉണ്ട് അല്ലേ. 1 8 8 2 8 16 3 8 24 അല്ലേ. 27ൻ്റെ ഉള്ളിലുള്ളതാണ് 24. അപ്പോൾ 3 എണ്ണം എന്തായാലും ഉണ്ട്. അപ്പോൾ നമുക്ക് സൈഡിൽ 3 എന്ന് എഴുതാം. അതായത് ആ കള്ളിൻ്റെ ഇടത് ഭാഗത്ത് 3 എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ 3 × 8 എന്ന് പറയുന്നത് 24 ആണല്ലോ. അത് കള്ളിയുടെ വലത് ഭാഗത്ത് എഴുതി കൊടുക്കാം. കള്ളിക്കുള്ളിൽ എന്ത് കൊടുക്കാം? ആ 24 എന്നുള്ളത് എടുത്ത് എഴുതാം അല്ലേ. ഇനി എന്താ ചെയ്യുക? 27 ന്ന് 24 കുറക്കുക. എന്നിട്ട് അത് അതിൻ്റെ താഴെയുള്ള കള്ളിയിൽ എഴുതണം. 27 ന്ന് 24 കുറക്കുമ്പോൾ എത്രയാ? 3 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ അതെന്താണ്? 3ൽ പിന്നെ 8 വരുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ അതെന്താണ്? അതാണ് അതിൻ്റെ മിച്ചം എന്ന് പറയുന്നത്. അതുപോലെ മടങ്ങ് എത്രയാണ്? ഒരു 100 ഉണ്ട്, ഒരു 20 ഉണ്ട്, ഒരു 3 ഉണ്ട് അല്ലേ. അത് 3ഉം കൂടെ കൂട്ടുക. അതായത് 123. മടങ്ങ് എന്ന് പറയുന്നത് 123 ആണ്. മിച്ചം എത്രയാണ്? 3 ആണ് അല്ലേ. ഇനി കള്ളിയുടെ വലത് ഭാഗത്ത് എന്താ എഴുതണ്ടേ? 123നെ 8 കൊണ്ട് ഗുണിക്കുക. എന്നിട്ട് ആ മിച്ചമായിട്ടുള്ള 3ഉം കൂടെ കൂട്ടുക. അപ്പം എന്ത് കിട്ടും? 987 എന്ന് കിട്ടും. ഇപ്പം നോക്കൂ, 9നെ 8 കൊണ്ട് ഹരിച്ചപ്പോൾ മടങ്ങ് 1 മിച്ചം 1 അല്ലേ.
അടുത്തത് 9, 8, അതായത് 98 രണ്ടക്കങ്ങളുണ്ട്. അതിന് 8 കൊണ്ട് ഹരിച്ചപ്പോൾ എന്തായി? 1ഉം 2ഉം, അതായത് മടങ്ങ് 12ആണ്, മിച്ചം എന്താണ്? 2 ആയി. ഇനി 987 8 കൊണ്ട് ഹരിച്ചപ്പോൾ മടങ്ങ് എന്തായി? 1, 2, 3 അല്ലെ, 123 ആയി. മടങ്ങ് മിച്ചം എന്ന് പറഞ്ഞതിന്റെ ലാസ്റ്റത്തെ സംഖ്യ, അതായത് 3 എന്നുമാണ് കിട്ടിയിട്ടുള്ളത് അല്ലെ. ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കൂ. 9876നെ 8ന്റെ മടങ്ങും മിച്ചവുമായിട്ട് എങ്ങനെ പിരിച്ചെഴുതാമെന്ന് ഊഹിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഊഹം ശരിയാണോ എന്ന് പരിശോധിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളത് ഊഹിച്ചു നോക്കുക. എങ്ങനെയായിരിക്കും 9876നെ 8ന്റെ മടങ്ങും മിച്ചമായിട്ട് എഴുതുമ്പോൾ ഇതുവരെയുള്ള ഒരു പാറ്റേൺ നോക്കുമ്പോൾ 9, 8, 7 വരെയുള്ളത് 1, 2, 3 ആ രീതിയിലാണ് വന്നല്ലേ. അപ്പൊ 9, 8, 7, 6 ഉണ്ട്. അപ്പൊ എന്തായിരിക്കും? 1, 2, 3, 4 വരെ ഉണ്ടാവും. അതായത് മടങ്ങ് എന്ന് പറഞ്ഞത് 1234 ആയിരിക്കും അല്ലെ. 1, 2, 3, 4 ആയിരിക്കും. മിച്ചം എന്തായിരിക്കും? 4 എന്നും ആയിരിക്കും. ഇതുവരെ ഉള്ളതൊക്കെ അങ്ങനെയാണ് അല്ലെ. ആദ്യത്തത് പിന്നെ മടങ്ങ് 1ഉം മിച്ചം 1 ആയി, പിന്നെ മടങ്ങ് 1, 2 എന്നായി, മിച്ചം 2 ആയി. മടങ്ങ് 1, 2, 3 ആയപ്പോ മിച്ചം 3 ആയി. അപ്പൊ മടങ്ങ് 1, 2, 3, 4 ആണ് ഇപ്പോൾ ഉള്ളതിനുള്ളത്. അപ്പൊ മിച്ചം എന്തായിരിക്കും? 4 ആയിരിക്കും അല്ലെ. ഇനി ഈ ഊഹം ശരിയാണോ എന്ന് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെയാ പരിശോധിക്കുക? 9876നെ 8 കൊണ്ട് ഹരിച്ചു നോക്കുക. അപ്പൊ മടങ്ങും മിച്ചവും കിട്ടുന്നത് നമ്മൾ ഈ ഊഹിച്ച തന്നെയാണോ എന്ന് നോക്കണം. അപ്പൊ നമ്മൾ ഊഹം ശരിയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഒരു കള്ളിയൊക്കെ വരച്ചിട്ട് അതിന്റെ ഉള്ളിൽ 9876 എന്ന് എഴുതുക. അതുപോലെ കള്ളിന്റെ മുകളിലായിട്ട് 8 എന്നും എഴുതുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ 9876 എത്ര 8 ഉണ്ടെന്നല്ല നമ്മൾ കാണേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വലിയ സംഖ്യ കൊണ്ട് ചെയ്യുക. കാരണം ഇത്രയും വലിയത് കിട്ടണ്ടേ. ചെറുത് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നമ്മൾ ചെയ്ത് പോകേണ്ടി വരും. അപ്പം ആദ്യം തന്നെ നമുക്ക് കുറച്ചൊരു വലിയ സംഖ്യ കൊണ്ട് ചെയ്യുക. എന്നിട്ട് പിന്നെ അതിന് ശേഷം അതിൻ്റെ ബാക്കി ഇങ്ങനെ ചെയ്തു പോയാൽ മതി. അപ്പം ആദ്യം നമുക്ക് 1000 എന്ന് എഴുതാം അല്ലേ. പിന്നെ കള്ളിൻ്റെ ഇടത് ഭാഗത്ത് 1000 എന്ന് എഴുതാം. അതായത് 1000 8, 1000 × 8 എത്രയാ? 8000 അല്ലേ. 8 എന്ന് എഴുതിയിട്ട് 3 0 ഇട്ട് കൊടുക്കുക അല്ലേ. അപ്പോൾ 8000 എന്ന് കിട്ടും. അപ്പോൾ ഇന്ന് 8000 കൊണ്ടാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അതായത് 9876 പിന്നെ എത്ര 8 ഉണ്ട് നോക്കുക. അപ്പോൾ ഒരു 1000 8 എന്ന് നമ്മൾ എഴുതി കൊടുക്കുക. 1000 8 എന്ന് പറഞ്ഞാൽ 8000 ആണ്. അത് നമ്മൾ ആ ഒരു കള്ളിൻ്റെ ഉള്ളിലും എഴുതി കൊടുക്കുക. 8000 എന്ന് എഴുതി കൊടുക്കുക. ഇനി എന്താ ചെയ്യുക? 9876 8000 കുറക്കണം അല്ലേ. നമ്മൾ മുമ്പൊക്കെ കുറേ തവണ ചെയ്തു. അപ്പം എന്താ ചെയ്തിട്ടുള്ളത്? ആ ആദ്യത്തെ സംഖ്യയിൽ നിന്ന് രണ്ടാമത്തെ സംഖ്യ കുറക്കുക. അതായത് 9876 8000 കുറച്ചിട്ട് അതിൻ്റെ താഴെയുള്ള കള്ളിയിൽ എഴുതുക. അപ്പോൾ കുറക്കുമ്പോൾ എത്രയാണ് കിട്ടുക? 1876 എന്ന് കിട്ടിയില്ലേ. അപ്പം അത് നമ്മൾ അതിൻ്റെ താഴെയുള്ള കള്ളിയിൽ എഴുതിയിട്ടുണ്ട്. ഇനി അതിലെത്ര 8 ഉണ്ട് എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നോക്കൂ, നമുക്ക് കുറച്ചുകൂടെ വേറൊരു സംഖ്യ എഴുതാം. അതായത് പറ്റ ചെറുതല്ലാത്ത ഒരു സംഖ്യ, അതായത് 200 എന്ന് എഴുതിയിട്ടുണ്ട്. 200 8 എത്രയാണ്? 1600 ആണ്. 1600 1800ൻ്റെ ഉള്ളിലാണല്ലോ. അപ്പോൾ നമ്മൾ 200 എന്ന് എഴുതി. വലത് ഭാഗത്ത് 200 × 8 1600 എന്ന് എഴുതി. കള്ളിൻ്റെ ഉള്ളിലും 1600 എന്ന് എടുത്തെഴുതി. ഇനി എന്താ ചെയ്യുക? 1876 1600 കുറച്ചിട്ട് അതിൻ്റെ താഴെ എഴുതണം. അത് കുറക്കുമ്പോൾ 276 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമ്മളത് ആ കള്ളിയിൽ എഴുതിയിട്ടുണ്ട്. ഇനി 276 എത്ര 8 ഉണ്ട് എന്നാണ് നോക്കേണ്ടത്. അപ്പം അതിന് ഏകദേശം നമുക്ക് തോന്നുന്ന ഒരു സംഖ്യ വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഗുണിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സംഖ്യ ആദ്യം എഴുതാം. എന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് വീണ്ടും ചെയ്യാം. അപ്പം നോക്കൂ, നമുക്കൊരു 30 എന്ന് കൊടുത്തു നോക്കുക. 30 8 എന്ന് പറഞ്ഞത് എത്രയാണ്? 3 8 എത്രയാണ്? 24 അല്ലേ. അപ്പം 30 8 എത്രയായിരിക്കും? 240 ആയിരിക്കും. അപ്പോൾ 30 8 276ൻ്റെ ഉള്ളിലുള്ളതാണ്. അപ്പോൾ നമുക്ക് 30 എന്നുള്ളത് ഓക്കെയാണ്. അപ്പോൾ നമ്മൾ 240 എന്നുള്ളത് ആ കള്ളിൻ്റെ ഉള്ളിൽ എഴുതുക. അതുപോലെ 30 × 8 240 എന്ന് കള്ളിയുടെ വലത് ഭാഗത്തും എഴുതിയിട്ടുണ്ട്. ഇനി ഇടത് ഭാഗത്ത് ആ 30 എന്നും എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ. ഇനി എന്താ ചെയ്യുക? 276 240 കുറക്കണം. 276 240 കുറച്ചാൽ എത്രയാണ് കിട്ടുന്നത്? അത് അടുത്ത കള്ളിയിൽ എഴുതി കൊടുക്കുക. അപ്പോൾ 36 എന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അത് എഴുതിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുക? 36 എത്ര 8 ഉണ്ട് നോക്കണം അല്ലേ. അത് നമുക്ക് അല്ലാതെ തന്നെ ഗുണിച്ച് നോക്കാം. എന്നാലും എത്ര എണ്ണം വരെ ഉണ്ടാവാം? 4 എണ്ണം വരെ ഉണ്ടാവാം അല്ലേ. 4 8 32 അല്ലേ. അപ്പോൾ 36ൻ്റെ ഉള്ളിലാണ്. അപ്പം 4 എണ്ണം എന്തായാലും ഉണ്ട്. അപ്പം നമുക്കത് 4 എന്ന് കൊടുത്തിട്ടൊന്ന് ചെയ്ത് നോക്കാം. അപ്പം ആ കള്ളിയുടെ ഇടത് ഭാഗത്ത് 4 എന്നും വലത് ഭാഗത്ത് 4 × 8 = 32 എന്നും എഴുതിയിട്ടുണ്ട്. പിന്നെ കള്ളിൻ്റെ ഉള്ളിലും 32 എന്ന് എടുത്ത് എഴുതാം അല്ലേ. ഇനി എന്താ ചെയ്യുക? 36 32 കുറക്കുക. അപ്പോൾ ശിഷ്ടം എത്രയാണ് വരുന്നത്? 4 എന്ന് വരുമല്ലോ. ആ 4ൽ പിന്നെ 8 കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെന്താണ്? മിച്ചമായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ശിഷ്ടം എത്രയാണ്? 4 ആണ്. അതുപോലെ മടങ്ങ് എത്രയാണ്?
ഒരു 1000 ഉണ്ട്, ഒരു 200 ഉണ്ട്, ഒരു 30 ഉണ്ട്, ഒരു 4 ഉണ്ട് അല്ലേ. അത് 4ഉം കൂടെ കൂട്ടിയിട്ടാണ് മടങ്ങ് എന്ന് പറയുന്നത് 1234. അപ്പം മടങ്ങ് 1234 മിച്ചം എന്താണ് 4 അല്ലേ. അതായത് വലത് ഭാഗത്ത് നമ്മൾ എങ്ങനെ എഴുതണം 1234 × 8 അധികം മിച്ചമായിട്ടുള്ള 4ഉം കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും 9876 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഊഹിച്ചെഴുതിയ ഉത്തരം തന്നെ കിട്ടിയില്ലേ. 9876 8 കൊണ്ട് ഹരിക്കുമ്പോൾ മടങ്ങ് 1234 മിച്ചം 4 ആണല്ലോ അല്ലേ. നമുക്ക് ഊഹിച്ചെഴുതിയപ്പോഴും അത് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്കിതിലുള്ള അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇങ്ങനെ കിട്ടുന്ന സംഖ്യാക്രമം തുടർന്ന് എഴുതുക എന്നാ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പൊ നോക്കൂ, ആദ്യം നമ്മൾ 9ന് 8 കൊണ്ട് ഹരിച്ചു, പിന്നെ 98ന് 8 കൊണ്ട് ഹരിച്ചു, പിന്നെ 987ന് 8 കൊണ്ട് ഹരിച്ചു, പിന്നെ 9876 8 കൊണ്ട് ഹരിച്ചു. ഇനി എന്തായിരിക്കും അടുത്ത ഒരു സംഖ്യ വരുന്നത്? എന്തായിരിക്കും? 9, 8, 7, 6, 5 ഹരിക്കണം 8 അല്ലേ. അതായത് 98,765 ഹരിക്കണം 8 ആയിരിക്കും അല്ലേ. മടങ്ങ് എന്തായിരിക്കും? ഇതുവരെയുള്ള ആ ഒരു സംഖ്യാക്രമം നോക്കുമ്പോൾ 1, 2, 3, 4 വരെയുള്ളത് കിട്ടി. അപ്പൊ ഇനി അടുത്തതിന്റെ മടങ്ങ് എന്തായിരിക്കും? 1, 2, 3, 4, 5 ആയിരിക്കും. മിച്ചോ അത് 5 ആയിരിക്കും അല്ലേ. ഇനി അടുത്ത സംഖ്യ എന്തായിരിക്കും ഇങ്ങനെയാണെങ്കിൽ? 9, 8, 7, 6, 5, 4 ഹരിക്കണം 8 എന്നായിരിക്കും അല്ലേ. അപ്പൊ അതിന്റെ മടങ്ങ് വരുന്നതും ഇപ്പൊ വന്നതിന്റെ അതേപോലെ, അതായത് 1, 2, 3, 4, 5, 6 എന്ന് കിട്ടും. അതുപോലെ മിച്ചം എന്നുള്ളത് 6 ആയിരിക്കും. ഇനി അടുത്തത് എന്തായിരിക്കും ഇങ്ങനെയാണെങ്കിൽ? 9, 8, 7, 6, 5, 4, 3 ഹരിക്കണം 8 അല്ലേ. അതായത് 98,76,543 ഹരിക്കണം 8. മടങ്ങ് അങ്ങനെയാണെങ്കിൽ എത്രയാണ്? 1, 2, 3, 4, 5, 6, 7 അല്ലേ. 12,34,567 മടങ്ങ് കിട്ടുന്നത്. മിച്ചം എത്രയാണ് കിട്ടുന്നത്? ആ ഒരു മടങ്ങിന്റെ ലാസ്റ്റത്തെ സംഖ്യ എത്രയാണ്? 7 അല്ലേ. അപ്പൊ മിച്ചം 7 ആയിരിക്കും നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. അപ്പൊ ഇതിങ്ങനെ വേണമെങ്കിൽ തുടർന്ന് നമുക്ക് എഴുതാൻ പറ്റൂലേ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ആൻസറുകളൊക്കെ. അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.